കനത്ത ചൂടിൽ വെന്തുരുകയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല. പത്തനാപുരം, പുനലൂർ മേഖലകളിൽ ജനങ്ങൾ ജോലിക്ക് പോലും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ്. കൊല്ലത്ത് അതിശക്തമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയാണ് ഈ ചൂടിൽ വെന്തുരുകുന്നത്. പുനലൂരിൽ 30 ഡിഗ്രി താപനില ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള താപനിലയിൽ ജനങ്ങൾ ആകെ വലയുകയാണ്. ഞാൻ നിൽക്കുന്നത് പത്തനാപുരത്താണ്. ഇവിടെയും വല്ലാത്ത ഒരു ചൂടിൽ ജനങ്ങൾ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ചൂട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കരമായ ചൂടാണ്. പണ്ട് നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോൾ ആ ചൂട് ഇപ്പോൾ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പാലക്കാടും പിന്നെ കൊല്ലത്തും ആണെന്നാണ് പറയുന്നത്. ചൂടെങ്ങനെ? ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണത്. നമ്മളിപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഭയങ്കരമായ ചൂടാണ്. കൊല്ലത്ത് ഈ കിഴക്കോട്ട് പോകുന്തോറുമാണ് ചൂട് കൂടുതൽ. അതെ, കിഴക്കോട്ട് തോന്നുന്നതാണ് കൂടുതൽ ചൂട്. എങ്ങനെയാ ചൂട്? എങ്ങനെയാ ചൂട്? അപാരോ, ഭയങ്കരമായ ചൂടാട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെല്ലാം കടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ട്. ചൂട് ഭയങ്കരം. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? ചൂടുണ്ട്, അത്യാവശ്യമായിട്ട് വന്നതാ. ചൂട് എങ്ങനെയാട്ടാ? ചൂട് ഭയങ്കര ചൂടാണ്. ചൂട് കൊണ്ട് ജോലിക്ക് വരുമ്പോൾ ഒക്കെ നിൽക്കുക. എന്താ ജോലി? തടിപ്പണിയാ. പോവാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂട്, അപാര ചൂട്. എങ്ങനെ ചൂട്? എങ്ങനെയാ? വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ കിടക്കുക, ഓടാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പോകത്തില്ല. അത് ഭയങ്കര ചൂടാ. വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയത് വണ്ടിക്ക് ഓട്ടോ ഇല്ല, പിക്കപ്പിനൊന്നും ഓട്ടോ ഇല്ല, സാധനം എല്ലാം വില കൂടുതൽ. അതിന് ഈ ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് ആകപ്പെട്ടു ഭയങ്കര പാടാ. ജീവിതത്തിന് എല്ലാം ബുദ്ധിമുട്ടാണ്. ചൂട് കൂടുതലാണോ? ചൂട് കൂടുതലാക്കളെ. ഇവിടെ പോയിട്ട് വരാ? ഈ ബാങ്ക് വരെ പോയതാ. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണോ? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. എങ്ങനെയാ ചൂട്? എങ്ങനെയാ? കൂടുതലാ. വെക്കേഷൻ ആയിട്ട് പുറത്ത് കളിക്കാനൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല? ഇല്ല. കുട്ടികളൊക്കെ കളിക്കാനിറങ്ങുന്ന സമയമാണ്, അവരുടെ വെക്കേഷൻ സമയമാണ്. പക്ഷെ അതുപോലും ഇറങ്ങരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്. വേനൽ മഴ എത്താൻ വൈകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. അതുവരെയും ചൂടിനെ കരുതിയിരിക്കണം. നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. ജാഗ്രതാ മുന്നറിയിപ്പുകൾ അത് കൃത്യമായിട്ട് അറിയുകയും പാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് കരുതിയിരിക്കാം, എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊല്ലത്ത് നിന്നും സൂര്യഗായത്രി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.